നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് എറണാകുളം ജില്ല. എറണാകുളം ജില്ല രൂപീകരിച്ചത് 1958 ഏപ്രിൽ 1. കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം എറണാകുളം. എറണാകുളത്തിൻ്റെ ജില്ലാ ആസ്ഥാനം കാക്കനാട്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുനിസിപ്പാലിറ്റി എറണാകുളം. ഏറ്റവും കൂടുതൽ നഗരവൽക്കരിക്കപ്പെട്ട ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ ജൂത ജനസംഖ്യയുള്ള ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള ജില്ല എറണാകുളം. കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ മൂലധന വരുമാനമുള്ള ജില്ല എറണാകുളം. ഒന്നാം ശിശു സൗഹൃദ ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ഉള്ള ജില്ല എറണാകുളം. എറണാകുളത്തിൻ്റെ പുരാതന നാമം ഋഷി നാഗകുള. കൊച്ചിയുടെ പുരാതന നാമം ഗോശ്രീ. ഇടപ്പള്ളിയുടെ പുരാതന നാമം റാപ്പോളി. കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരി റാണി ഗംഗാധര ലക്ഷ്മി. എറണാകുളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം കൊച്ചി. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ കൊച്ചി. അറബിക്കടലിൻ്റെ റാണി കൊച്ചി. കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് ആദ്യമായി വിളിച്ചത് RK ഷൺമുഖം ചെട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച്, ഫോർട്ട് കൊച്ചി. വാസ്കോ ഡ ഗാമയുടെ മൃതദേഹം ആദ്യം അടക്കം ചെയ്ത സ്ഥലം സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. കേരളത്തിലെ ആദ്യ FM റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചത് കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും മാലിന്യം നിറഞ്ഞ ജില്ല എറണാകുളം. 1990 ഫെബ്രുവരി 4. ഇന്ത്യയിലെ ആദ്യ പോർട്ട് കൊച്ചി തുറമുഖം. കൊച്ചി തുറമുഖത്തിൻ്റെ വാസ്തുവിദ്യ തയ്യാറാക്കിയത് റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചിൻ സാഗ എന്ന പുസ്തകം എഴുതിയത് റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് 1928. കൊച്ചി തുറമുഖം ഒരു പ്രധാന തുറമുഖമായി പ്രഖ്യാപിച്ച വർഷം 1936. കൊച്ചി തുറമുഖം നിർമ്മിച്ചത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റും ദുബായ് പോർട്ട് വേൾഡും സംയുക്തമായി. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് സ്ഥാപിതമായത് 1964. ഇതിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് വില്ലിംഗ്ടൺ ഐലൻഡ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 നവംബർ 1. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും പരമോന്നത കോടതി കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് KT കോശി. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത V മനോഹർ. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന് കീഴിൽ വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് തുറന്നത് 1999 ജൂൺ 10. KR നാരായണൻ. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് 1978. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം. എസ്കലേറ്റർ സൗകര്യം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി. 2010 സ്ഥാപിതമായ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥാപിച്ചത് 1983. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇപ്പോൾ അറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം. വ്യവസായവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല എറണാകുളം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം 1990. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല എറണാകുളം 13 എണ്ണം.
ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ള ജില്ല എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ. ഉദയംപേരൂർ സുനഹദോസ് നടന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം 1599. വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് റോബർട്ട് ബ്രിസ്റ്റോ. ഇടമലയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ റാണി പത്മിനി 1981. മട്ടാഞ്ചേരിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ജെ ഡൗസൺ. കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ട വർഷം 1818. ഗോശ്രീ പാലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. വല്ലാർപാടത്തെ എറണാകുളവുമായും വൈപ്പിൻ ദ്വീപുമായും ബന്ധിപ്പിക്കുന്ന പാലം ഗോശ്രീ പാലം. കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ജപ്പാനീസ് കമ്പനി മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രി. കൊച്ചിയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പഴയ നാണയം കാലിയമേനി. കേരളത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഏക പട്ടണം കൊച്ചി 1978 മുതൽ. കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ പദ്ധതി ആരംഭിച്ചത് കൊച്ചി. ബിനാലയ്ക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം കൊച്ചി. കേരളത്തിലെ ആദ്യ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉള്ള ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെൻറ്റർ എറണാകുളം. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല എറണാകുളം. കേരളത്തിൽ ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം. ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് പ്രസിദ്ധമായ അത്തച്ചമയം നടക്കുന്ന സ്ഥലം തൃപ്പൂണിത്തുറ. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഐരാപുരം. കേരള ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. യൂറോപ്യൻ രേഖകളിൽ റിപ്പോളിൽ എന്ന് പരാമർശിക്കുന്ന സ്ഥലം ഇടപ്പള്ളി. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ടെലികോം സ്റ്റാർ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി. ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങി. കൊച്ചി ഭരിച്ചിരുന്ന പ്രശസ്തനായ രാജാവ് ശക്തൻ തമ്പുരാൻ. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാൻ. പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന രാജവംശം കൊച്ചി രാജവംശം. കൊച്ചി രാജവംശത്തിൻ്റെ തലസ്ഥാനം തൃപ്പൂണിത്തുറ. കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം ചിത്രകൂടം. കൊച്ചി ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗംഗാധര ലക്ഷ്മി. കൊച്ചിയിലെ ആദ്യ ദിവാൻ കേണൽ മൺട്രോ. കൊച്ചിയിലെ അവസാന ദിവാൻ CP കരുണാകരൻ മേനോൻ. കൊച്ചി രാജ്യത്തെ അടിമത്തം നിർത്തലാക്കിയ ദിവാൻ ശങ്കര വാര്യർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളം. കേരളത്തിലെ ഏക മേജർ തുറമുഖം കൊച്ചി തുറമുഖം. വർഷം 1936. കൊച്ചി തുറമുഖം രൂപപ്പെടാൻ കാരണമായ പെരിയാറിലെ വെള്ളപ്പൊക്കമുണ്ടായ വർഷം 1341. കൊച്ചി തുറമുഖത്തിന് ആഴം കൂട്ടാനായി കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചുണ്ടായ ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപ്. കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം അമ്പലമുകൾ. ഇന്ത്യയിലെ ആദ്യ ഈ തുറമുഖം നിലവിൽ വന്ന സ്ഥലം കൊച്ചി. സൈനിക ആവശ്യത്തിനുള്ള വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് വെല്ലിംഗ്ടൺ. കേരളത്തിലെ ആദ്യ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം. കൊച്ചി തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യം ജപ്പാൻ. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യം അമേരിക്ക. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ട്രസ്റ്റിഷിപ്പ് കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിതമായത് കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ്. വർഷം 2011. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് ദുബായ് പോർട്ട് വേൾഡ് DP വേൾഡ്.
രാജ്യത്തെ നീളം കൂടിയ റെയിൽവേ പാലം ഇടപ്പള്ളി മുതൽ വല്ലാർപാടം വരെ 4.62 കിലോമീറ്റർ. തത്വചിന്തകനായ ശങ്കരാചാര്യ, സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, കവികളായ G ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ, കൃഷ്ണപിള്ള എന്നിവരുടെ സ്വദേശം എറണാകുളം. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട 1503. യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച ആദ്യത്തെ കൊട്ടാരം മട്ടാഞ്ചേരി കൊട്ടാരം. ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ഡച്ചുകാർ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴയ സിനഗോഗ് അഥവാ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. സ്ഥാപകൻ ജോസഫ് അസർ. സ്ഥാപിതമായ വർഷം 1568. പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി ജൂതപ്പള്ളി. ചരിത്രപ്രസിദ്ധമായ ജൂവത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. പെരുമ്പടപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശം ബോൾഗാട്ടി ദ്വീപ്. ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി കൊട്ടാരം. രാജ്യാന്തര പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ കുരിശുമുടി, മലയാറ്റൂർ സെൻറ് തോമസ് ദേവാലയം. കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാല നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് NUALS ആസ്ഥാനം കളമശ്ശേരി. ഇതിൻ്റെ ചാൻസലർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. NUALS ആദ്യ ചാൻസലർ YK സബർവാൾ. ആദ്യ വൈസ് ചാൻസലർ SG ഭട്ട്. ചോറ്റാനിക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. ഈ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവം ചോറ്റാനിക്കര മകം. ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി കലൂർ. 2017 അണ്ടർ-17 ലോക ഫുട്ബോളിന് വേദിയായ കേരളത്തിലെ സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. ഫിഷറീസ് സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ B മധുസൂദനക്കുറുപ്പ്. കൊച്ചി നഗരത്തിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം മംഗളവനം. ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി എറണാകുളം ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ 5. കേരളത്തിലെ ഏറ്റവും ചെറിയ സുരക്ഷിത പ്രദേശം മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. കേരളത്തിലെ ആദ്യ പക്ഷിസങ്കേതം തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൻ്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാണിച്ച വ്യക്തി ഡോക്ടർ സലീം അലി. തട്ടേക്കാട് ബോട്ട് ദുരന്തം അന്വേഷിച്ച കമ്മീഷൻ ജസ്റ്റിസ് പരീത് പിള്ള കമ്മീഷൻ. കേരളത്തിലെ ആദ്യ സ്വകാര്യ IT പാർക്ക് മുത്തൂറ്റ് ടെക്നോപോളിസ് കൊച്ചി. ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്. കേരളത്തിലെ ആദ്യ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേദിയായ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 2003 മെയ് 13. കേരളത്തിലെ ആദ്യ കരൾ മാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ഹോസ്പിറ്റൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ശിവരാത്രി മഹോത്സവത്തിന് പ്രശസ്തമായ എറണാകുളം ജില്ലയിലെ സ്ഥലം ആലുവ. പെരിയാർ രണ്ടായി പിരിഞ്ഞ് മാർത്താണ്ഡൻ പുഴയും മംഗലപ്പുഴയുമാകുന്ന പ്രദേശം ആലുവ. ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ശ്രീ നാരായണ ഗുരു. അദ്വൈത ദർശനത്തിന് ആചാര്യനായ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പരിപാവനമായ സ്ഥലം കാലടി. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം പെരിയാർ. ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ATM സ്ഥാപിതമായത് കൊച്ചി 2004. കൊച്ചിക്കും വൈപ്പിനും ഇടയിൽ സർവീസ് നടത്തുന്ന ജങ്കാർ ബോട്ടിലാണ് ATM സ്ഥാപിച്ചത്. ഫ്ലോട്ടിംഗ് ATM സ്ഥാപിച്ച ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ATM കൗണ്ടറിലൂടെ പാൽ ലഭ്യമാക്കുന്ന മിൽമയുടെ സംരംഭം ആരംഭിച്ച സ്ഥലം കൊച്ചി. കേരളത്തിലെ ആദ്യ IPL ടീം കൊച്ചിൻ ടസ്കേഴ്സ് കേരള. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ടീം FC കൊച്ചി. കേരളത്തിലെ ഏക കയറ്റുമതി സംസ്കരണ മേഖല കൊച്ചി. ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോടനാട്. ചങ്ങമ്പുഴ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം നേര്യമംഗലം. INS ഗരുഡ, INS വെണ്ടുരുത്തി, INS ദ്രോണാചാര്യ ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. കൊച്ചി സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് C. അച്യുതമേനോൻ. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. കൊങ്കണി ഭാഷാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. നാളികേര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. എയർ ഇന്ത്യ എക്സ്പ്രസ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. കേരളത്തിൽ CBIയുടെ ആസ്ഥാനം കൊച്ചി. കേരള പ്രസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്. കേരള ബോക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്. കേരളത്തിലെ ദുർഗുണ പരിഹാര പാഠശാല സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് KUFOS സ്ഥിതി ചെയ്യുന്നത് പനങ്ങാട്, കൊച്ചി. ദക്ഷിണ മേഖല നേവൽ കമാൻഡ് ആസ്ഥാനം കൊച്ചി. കുസാറ്റ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. ബാംബു കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് അങ്കമാലി. ഹിന്ദുസ്ഥാൻ മിഷൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി. കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് അത്താണി. കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. കൊച്ചിൻ എണ്ണ ശുദ്ധീകരണശാല കൊച്ചി റിഫൈനറി സ്ഥിതി ചെയ്യുന്നത് അമ്പലമുകൾ. ഫാക്ട് സ്ഥിതി ചെയ്യുന്നത് ഉദ്യോഗമണ്ഡൽ ആലുവ. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ സ്ഥിതി ചെയ്യുന്നത് ഉദ്യോഗമണ്ഡൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ള ജില്ല എറണാകുളം, 7 എണ്ണം. ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല എറണാകുളം. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട പള്ളിപ്പുറമ കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ. വർഷം 1503. കേരളത്തിലെ ആദ്യത്തെ വിജയകരമായ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ, പെരിയപുറം. കേരളത്തിലെ ആദ്യ ടൂറിസം ഗ്രാമം കുമ്പളങ്ങി. ആദ്യ സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നത് എറണാകുളം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രസ്റ്റ് ഷിപ്പ് ടെർമിനൽ വല്ലാർപാടം ടെർമിനൽ. കേരളത്തിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കൂട. ബ്രഹ്മപുരം ഡീസൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. ദക്ഷിണ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചി. വെണ്ടുരുത്തി, ദ്രോണാചാര്യ, ഗരുഡ എന്നീ നാവിക പരിശീലന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. ശിവരാത്രി ഉത്സവം നടക്കുന്നത് ആലുവ, പെരിയാർ തീരം. കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് പനങ്ങാട്. കേരള പ്രസ് അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ RS ബാബു. കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽ പദ്ധതി ആരംഭിച്ചത് കൊച്ചി. ഇന്ത്യയിലെ ആദ്യ ACDEMU ഡീസൽ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് സേവനം ആരംഭിച്ചത് കൊച്ചി. കൊച്ചി മെട്രോ ട്രെയിൻ പദ്ധതിക്ക് കോച്ചുകൾ വിതരണം ചെയ്യുന്ന കമ്പനിയുടെ പേര് അൽസ്റ്റോം ട്രാൻസ്പോർട്ട് ലിമിറ്റഡ്. പെരിയാർ അറിയപ്പെടുന്നത് ചൂർണി. കേരളത്തിലെ ഏക ആന പരിശീലന കേന്ദ്രം കോടനാട്. മലയാറ്റൂർ സെൻറ്റ് തോമസ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത് മട്ടാഞ്ചേരി. വർഷം 1818. ഡ്യൂറൻഡ് കപ്പ് നേടിയ ആദ്യ കേരള ടീം FC കൊച്ചി. പ്രസിദ്ധമായ ചങ്ങമ്പുഴ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. ഇന്ത്യയിലെ ആദ്യത്തെ ബച്ചാത്ത് ജില്ല എറണാകുളം. കൊങ്കിണി ഭാഷാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. ഇന്ത്യയിലെ ആദ്യ മറീന സ്ഥാപിച്ചത് കൊച്ചി. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കടവന്തറ. ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം അറിയപ്പെടുന്നത് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. കേരള ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അത്താണി. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയായ മാനുവൽ കോട്ടയുടെ മറ്റു പേരുകൾ
പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട. അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1948. BR കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി പ്രജാമണ്ഡലം സ്ഥാപിച്ച വർഷം 1941. ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം 1599. കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്ന വർഷം 1653. പാലിയത്തച്ഛന്മാരുടെ ആസ്ഥാനം ചേതമംഗലം കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഇളങ്ങല്ലൂർ സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്ന രാജവംശം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്ന സ്ഥലം ചിത്രകൂടം. ആദ്യത്തെ മിനറൽ വാട്ടർ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് കുമ്പളങ്ങി. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. കേരള പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യം ഉദ്ഘാടനം ചെയ്തത് എറണാകുളത്ത് 1960. ഹൈ റേഞ്ചിലെ കവാടം എന്നറിയപ്പെടുന്നത് കോതമംഗലം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലി. നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വൈറ്റില. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വാഴക്കുളം. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ആലുവ. കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് അത്താണി. സ്മാർട്ട് സിറ്റി സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി. കേരളത്തിലെ ആദ്യ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. കൊച്ചിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടം. ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളം. അലോപ്പതി ചികിത്സാ സമ്പ്രദായത്തിന് കൊച്ചിയിൽ പ്രചാരം ഉണ്ടാക്കിക്കൊടുത്തത് കേണൽ മൺട്രോ. സാന്താ ക്രൂസ് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് ഫോർട്ട് കൊച്ചി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉള്ള ജില്ല എറണാകുളം. അപ്പോളോ ടയേഴ്സ് ആസ്ഥാനം കളമശ്ശേരി. മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ആസ്ഥാനം എറണാകുളം. കിൻഫ്ര, കിറ്റ്കോ എന്നിവയുടെ ആസ്ഥാനം എറണാകുളം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.